സംഗമം സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ ജബലുൻ നൂർ പർവ്വതത്തിന്റെ മുകളിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് നമ്മളൊക്കെ അവിടെ എത്തിയത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഒരുമിച്ച് കൂടൽ കാരണം നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സബബാക്കി ഇത് മാറ്റിത്തരുമാറാണ്. നമ്മളെ കൂട്ടത്തിൽ ഏകദേശം ആളുകളും കയറിയിട്ടുണ്ട്. കൂട്ടത്തിൽ പ്രായമുള്ള ഉപ്പമാർ, നമ്മളെ മുമ്മാക്കനെ പോലെ, അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, മുഹമ്മദ് അലി കയെ പോലെ, കൂട്ടത്തിലെ പ്രായമുള്ള ഉമ്മമാര് നമ്മളെ വന്ന ഉടനെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം കാലിനും ശരീരത്തിനും പരിക്കേറ്റ് റൂമിൽ വിശ്രമിച്ചു കൊണ്ടിരുന്ന മുഹമ്മദ് ഷിബിനടക്കം. ഇതൊക്കെ ഒരു അത്ഭുതമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഹറമിൽ അത്ഭുതമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര ഇന്നലെ ഉംറ, ഇന്ന് നേരം വെളുക്കുമ്പോൾ ജബലുൻ നൂറിന്റെ മുകളിൽ ആരാണ് ഈ കയറുന്നത്? പുരയില് വീട്ടില് അപ്ചെയറിൽ ഒരു സ്റ്റെപ്പാട് കയറണേ, മഴ അതിന്റെ മുകളിൽ സാധനം കൊണ്ടുവന്നാന്ന് താഴത്തുനിന്ന് വിളിച്ചു വരണ ഉമ്മയാണ് ഇങ്ങോട്ട് കയറിയല്ലേ. താഴത്തുനിന്ന് വിളിച്ചു വരികയാണ് മുകളിലേക്ക്, മഴ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കാരണം മോള് കയറി ശീലമല്ല, കയറാണ്ട കയ്യുമില്ല, മുട്ടിന് പ്രശ്നം. അങ്ങനത്തെ ആളുകള് ഒരു ഹിമ്മത്താണിത്. ഇതൊരു ഈമാനിന്റെ പ്രവാഹമാണ്. ഇതൊരു ജ്വലിക്കുന്ന, കത്തിജ്വലിക്കുന്ന ഈമാനിന്റെ തുടിക്കുന്ന പ്രവാഹമാണ്. ഇത് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയമാണ്, അവിടുത്തോടുള്ള സ്നേഹമാണ്, അവിടുത്തോടുള്ള മഹബത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എന്റെ സുന്നത്തിനെ സ്നേഹിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചു. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. ഇത് റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടല്ലേ? ഇത് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ഖദീജ ഉമ്മയോടുള്ള ഇഷ്ടല്ലേ? ഈ ഇഷ്ടം നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ ഖീല വമൻ യഅബാ യാ റസൂലല്ലാഹ് ഖാല മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ ഖാല റസൂലുള്ളാഹ്. ഇത് സ്വഹീഹ ഹദീസാണ്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്ത് സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാ മൻ അബാ, എന്റെ വഴികൾ, എന്റെ മാർഗങ്ങൾ എന്നെ അംഗീകരിക്കാതെ വിലങ്ങി നിന്ന ധിക്കരിച്ച ആളുകൾ സ്വർഗത്ത് കടക്കൂല. അപ്പൊ റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, വമൻ യഅബാ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അങ്ങേ വിലങ്ങിയവർ? റസൂലുള്ളാഹി പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന. ആരെങ്കിലും എന്നെ അനുസരിച്ചോ, എന്നെ വഴിപ്പെട്ടോ, എന്നെ അനുസരിച്ച് എന്നെ ഫോളോ അപ്പ് ചെയ്ത് എന്റെ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് ജീവിച്ചോ എങ്കിൽ അവൻ സ്വർഗത്തിലാണ്. എന്നെ ധിക്കരിച്ച ആളുകൾ അവർ എന്നെ വിലങ്ങിയവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ സ്ഥലം നമ്മൾ വരാൻ കാരണം അരമ്പപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നിരുന്ന സ്ഥലമാണിത്. നമ്മൾ ഗാർ ഹിറയിൽ ഇറങ്ങി, കൂട്ടത്തിൽ അധിക ആളുകളും ആ ഹിറ പ്രതലത്തിലാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളോളം ഏകാന്ത വാസമനുഷ്ഠിച്ചത്, ധ്യാനനിരതനായിരുന്നത്. ആ സമയത്താണ്, നോക്കൂ നിങ്ങൾ, ഇന്നിപ്പം അങ്ങോട്ട് കയറാൻ നല്ല റോഡുണ്ട് അല്ലേ? ഇവിടുത്തെ ഗവൺമെന്റ് വെട്ടിയ റോഡ്, കുറച്ച് ആദ്യത്തിലുള്ള റോഡ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. വളഞ്ഞ് പുളഞ്ഞ് പാകിസ്ഥാനികൾ ഉണ്ടാക്കിയ ഒരു ഗല്ലിയിലൂടെ കയറി വരുന്ന ഒരു വഴി പടച്ചിരിക്കുകയാണ്. ഇപ്പൊ പുതിയ വഴിയാണ് തുറന്നിരിക്കുന്നത്. മിഷൻ 2030 ഈ ജബലുൻ നൂർ വീണ്ടും മാറാൻ പോവുകയാണ്. സൗറ് മാറി, സൗറിലേക്ക് ഇപ്പൊ റോഡ് വെട്ടി. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉള്ള പോലെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന റോപ്പ് വേ പോലെയുള്ള സംവിധാനമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന റോഡ് അത് പുതിയതാണ്. അതിന്റെ തൊട്ടടുത്ത് ആളുകൾക്ക് സൗകര്യമുള്ള സ്റ്റെപ്പ് അത് പുതിയതാണ്. അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിലാണ് സയ്യിദുനാ റസൂലുള്ളാഹ് എങ്ങനെയാണ് ഇതിന്റെ മുകളിൽ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് എത്തിയത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒന്നുമല്ല. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു തവണ ഇങ്ങോട്ട് കയറുന്നത് തന്നെ പച്ചമ്പി കുഴങ്ങി അണ്ണിയറിഞ്ഞി ഇങ്ങനെ കയറി വന്നിട്ട്, എന്നാലും ഇതൊരു മഹബത്താണ്. അതിന് ഒരു വലിയ ഒരു വിജയമുണ്ടാകും, അതിന് വലിയ ഒരു പ്രതിഫലമുണ്ടാകും. അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹിന്റെ തൗഫീഖിനാൽ എന്റെ കാലിന് ഓപ്പറേഷൻ പറഞ്ഞിരുന്നു, മുട്ട്. അപ്പൊ ഞാന് തീരുമാനിച്ചു, പഠിച്ചോനെ അങ്ങനെ വരുന്നതല്ലേ, കൂട്ടത്തിൽ ജബലുൻ നൂർ കയറുക. ഡോക്ടർമാർ പറഞ്ഞ കസാലയിൽ ഇരിക്കണം,
എന്നിട്ട് നിസ്കരിക്കണം, അല്ലാതെ നിന്ന് നിസ്കരിക്കാൻ പറ്റൂല, കുന്നും മലയും കയറാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞോടുത്തുനിന്ന് ജബലുന്നൂർ കയറി തുടങ്ങിയതിന് ശേഷം മുട്ടിന്റെ പ്രശ്നമോ മറ്റു കാര്യങ്ങളോ പിന്നുണ്ടായിട്ടില്ല. അള്ളാഹിന്റെ തൗഫീഖിനാൽ 80-ലധികം തവണ ഈ പർവ്വതത്തിന്റെ മുകളിലെത്താൻ അള്ളാഹു ഭാഗ്യം തന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിற்கு പ്രതിഫലം നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അതല്ലാതെ ഇങ്ങോട്ട് കയറൽ നിർബന്ധമായതുകൊണ്ടോ പ്രത്യേകമായ വലിയ കാര്യങ്ങൾ ലക്ഷ്യമാക്കിയിട്ടോ അല്ല. ഇത് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. മഹബ്ബത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ റസൂലുള്ളാഹി ഇരിക്കുമ്പോഴാണ് 600ഓളം ജറകുകളുമായി സയ്യിദുനാ മലക്ക് ജിബ്രീൽ. അപ്പൊ 600 ജറകുള്ള ഒരു മനുഷ്യൻ ഇവിടെ നിന്നങ്ങനെ ഉണ്ടാവും? ഒരു മലക്ക്, മനുഷ്യനല്ല, മലക്ക് മനുഷ്യരൂപത്തിലും അല്ലല്ലോ വന്നത് അല്ലെ. ആ മലക്കിന്റെ തനിയായ രൂപത്തിൽ 600ഓളം ജറകുകളുമായി ഇവിടെ ഈ ഗുഹയുടെ പൊത്തിൽ കാബയെ നോക്കി. എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ പൊത്ത് തെരഞ്ഞെടുത്തത്? ചുറ്റുഭാഗത്ത് ഒരുപാട് മലകളും കുന്നുകളും ഉണ്ടല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ലഭിച്ച തൂർ സിന പർവ്വതമുണ്ടല്ലോ. ആ തൂർ പർവ്വതത്തിന്റെ മുകളിൽ പോയി ഇരുന്നാ പോരായിരുന്നോ? ഇതിനേക്കാൾ ഡബിൾ ഇരട്ടി വലുപ്പമുള്ള തൂർ പർവ്വതത്തിന്റെ മുകളിൽ കയറാതെ ജബലുന്നൂറിലേക്ക് എന്തുകൊണ്ട് റസൂലുള്ളാഹി വന്നു? അവിടുത്തെ വീട്ടിൽ നിന്ന് ഈ മല നേരത്തെ പരിചയമുണ്ടായത് കൊണ്ടാണോ? മറ്റൊന്നുമല്ല, നബിതങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ജബലുന്നൂറിന്റെ ഗിരിഗോഹരത്തിൽ അഥവാ ഗാർ ഹിറയിൽ ഇറങ്ങി നിന്നാൽ നേരെ കാബാലയം ഷൂട്ടാണ്. അന്നത്തെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വീട് വിട്ട് പിരിഞ്ഞാലും കുടുംബവുമിട്ട് അകന്നു നിന്നാലും എന്ത് കാണണം? ഏത് കാണണം? കാബ തന്റെ കണ്ണിൽ പതിയണം. അപ്പോൾ ഈ ഹിറയിൽ നിന്ന്, ഈ ഗുഹാപ്പൊത്തിൽ നിന്ന്, ഈ ഗുഹ നിന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് കാബാലയം കണ്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യാമായിരുന്നു. അങ്ങനെയാണ്. ഇന്നിപ്പോ ആ കെട്ടിടങ്ങളുടെ മറവ് കൊണ്ട് കാബം കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ജബലുന്നൂർ തെരഞ്ഞെടുത്ത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുത്തേക്ക് ജിബ്രീൽ വന്നു. അവിടുത്തെ പിടിച്ചു ഞെരുക്കി, ഇഖ്റ, വായിക്കുക പ്രവാചകരെ. മാ അന ബിഖാരി, ഞാൻ ഓത്തു പഠിച്ചിട്ടില്ല. ഒന്നാമത്തെ തവണ. രണ്ടാമത്തെ തവണ വീണ്ടും പിടിച്ചു ഞെരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇഖ്റ, വായിക്കുക. മാ അന ബിഖാരി, ഞാൻ ഓത്തു പഠിച്ചിട്ടില്ല. മൂന്നാം തവണയും വീണ്ടും ഹബീബായ പ്രവാചകനെ പിടിച്ചു ഞെരുക്കി, മാ അന ബിഖാരി, ഞാൻ ഓത്തു പഠിച്ചിട്ടില്ല. ഇന്ന ഉമ്മിയത്തുൻ ലാ നക്തുബു വലാ നസ്ബു, ഞങ്ങൾ നിരക്ഷരരാണ്, അറിവില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്, പള്ളിക്കൂടത്തിലേക്ക് പോയിട്ടില്ല, പാഠശാലയിലേക്ക് പോയിട്ടില്ല. ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൻ ലാ നക്തുബു വലാ നസ്ബു. ആ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജിബ്രീലിനോട് പറഞ്ഞു, എനിക്കറിയില്ല. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ഓതി കൊടുത്തു? ലോകത്ത് വായനയുടെ അധ്യായം ആദ്യമായി തുറന്നു തന്ന മതത്തിന്റെ പേരാണ് പരിശുദ്ധ ഇസ്ലാം. വായനയുടെ അധ്യായം ആദ്യമായി ലോകത്ത് പഠിപ്പിച്ചു തന്നത് ഇഖ്റ, വായിക്കുക, വായന പഠിപ്പിച്ചു തന്ന ഏക ഗ്രന്ഥം അതേതാ? പരിശുദ്ധ. സർവകാലികവും സർവജനീനവും അന്യൂനവും അജയ്യവുമായ ഗ്രന്ഥം. ആ ഗ്രന്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ പതിഞ്ഞു. പക്ഷെ ജിബ്രീലിനെ കണ്ട് പേടിച്ച് ഭയവിഹ്വലനായ ഹബീബ് റസൂലുള്ളാഹി ഇനി എവിടെ ആശ്രയം? വീട് തന്നെയാണ്. ഒരു പ്രയാസം ഉണ്ടായാല്, വിഷമം ഉണ്ടായാല് പിന്നെ മടക്ക ആശ്രയം ഇവിടെ തന്നെയാണ്. ആ വീട്ടിലാരാ ഉള്ളത്? ആ വീട് എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഭവനാണ്. ആ സമാധാനത്തിന്റെ ഭവനത്തിൽ സമാധാനം കൊടുക്കുന്ന ഭാര്യ ഉണ്ടാവണമെന്ന്. അല്ലാതെ ഭർത്താവ് പ്രയാസപ്പെട്ട് പ്രതിസന്ധിയിലായി വരുന്ന സമയത്ത് മൂർഖം പാമ്പിനെ പോലെ ഫണം വിടർത്തി നിൽക്കുന്ന ഭാര്യയാവരുത് എന്നാണ്. പിന്നെ എങ്ങനത്തെ ഭാര്യയാവണം? സയ്യിദത്തുന ബീവി ഖദീജ. അവരതിന് മാതൃകയാണ്. പ്രയാസഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പനിച്ച് വിറക്കുന്നുണ്ട്. അവിടുത്തെ വീട്ടിന്റെ പൂമുഖത്ത് അവിടുത്തെ സഹധർമ്മണി ബീവി ഖദീജ അവര് കാത്തിരിക്കുകയാണ്. പുന്നാര നബി, അങ്ങേക്ക് എന്താണ് പറ്റിയത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഖദീജ സമ്മിലീനി യാ ഖദീജ, സമ്മിലീനി യാ ഖദീജ, സമ്മിലീനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ ഖദീജ. ഖദീജ ബീവി തന്റെ വീട്ടിന്റെ പ്രൈവറ്റ് റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് ആനന്ദിച്ച് അവിടുത്തെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇന്നക ലതസിലുർ റഹിം വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ. ഓ പ്രവാചകരെ, അങ്ങെന്തിന് വിഷമിക്കണം? വല്ലാഹ്, അല്ലാഹുവാണേ സത്യം, ലാ യുഖ്സിക അല്ലാഹു അബദാ, അങ്ങയുടെ റബ്ബ് അങ്ങയെ ഒരു കാലത്തും കയ്യൊയ്യൂല. കാരണം എന്താണെന്നറിയോ? നിങ്ങള് ചില്ലറക്കാരനല്ല നബിയെ. നബിന്റെ മഹത്വം അങ്ങോട്ട് പറയാ. ആര്? ഖദീജ ബീവി സമാധാനിപ്പിക്കുന്ന രീതിയാണ്. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ എന്തിനാ പേടിക്കണത്? നിങ്ങൾ എന്തിനാ വിഷമിക്കണത്? നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അങ്ങേക്ക് പുതപ്പെട്ട് മൂടിത്തരുന്നു നബിയെ. പക്ഷെ അതല്ല, നിങ്ങൾക്ക് എന്താ പ്രയാസം? നിങ്ങൾ എന്തിനാ ഈ പനിച്ച് വറക്കുന്നത്? അല്ലാഹു നിങ്ങളെ കയ്യൊയ്യൂല. ഇന്നക ലതസിലുർ റഹിം, അങ്ങ് കുടുംബ ബന്ധത്തെ ചേർക്കുന്നവരാണ്. അങ്ങ് സാധാരണ മനുഷ്യനല്ല, അങ്ങ് കുടുംബങ്ങളെ തേടിപ്പോയിട്ട് അവരെ ചേർക്കുന്നവ. അങ്ങ് ഇല്ലാത്തവരെ അശനർക്ക് ആലംബമാണ്. അങ്ങ് പാവപ്പെട്ടവന്റെ അത്താണിയാണ്. അങ്ങ് യതീമിന് അത്താണിയാണ്. അതുകൊണ്ട് നബിയെ, അങ്ങ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങ് ഏറ്റവും ഉയർന്ന പദവിയിലാണെന്ന് സയ്യിദത്തുനാ ബീവി ഖദീജ ഉമ്മുൽ മുഅ്മിനീൻ അവര് പറഞ്ഞ രംഗം വിശുദ്ധമായ ഖുർആനിൽ ആ സംഭവം പറഞ്ഞല്ലോ. സൂറത്ത് മുസമ്മിലിൽ, യാ അയ്യുഹൽ മുസമ്മിൽ, ഓ പുതപ്പിട്ട് മൂടിയ പ്രവാചകരെ, അല്ലേ? ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സൃഷ്ടിച്ച ആ ഒരു വൈജ്ഞാനികമായ വെളിച്ചമാണ്. അല്ലാഹു തആല 23 കൊല്ലം കൊണ്ട് അള്ളാഹിന്റെ മുത്തു മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഘട്ടം ഘട്ടമായി അവതീർണമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ആ ഖുർആന് ചുരുട്ടിപ്പൂട്ടി മടക്കി പരന്റെ ആ ഷെൽഫിലോ അളമറയെ കൊണ്ടേ വെക്കാനുള്ളതല്ല. അത് വായിച്ചു നോക്കാനുള്ളതാണ്. അത് മറിച്ചു നോക്കാനുള്ളതാണ്. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷാഫിഅൻ ലിഅസ്ഹാബി. നിങ്ങൾ ഖുർആൻ ഓതണം, നിങ്ങൾ ഖുർആൻ വായിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് പറയാണ്. ആ ഖുർആൻ പാരായണം നിങ്ങൾക്ക് ആ ഖുർആൻ പരലോകത്ത് ശുപാർശയായി വരും. ആ ഖുർആനാണ് നിങ്ങൾക്ക് തുണയായിട്ടുണ്ടാകുക. നിങ്ങളെ സമ്പത്തോ, നിങ്ങളെ മറ്റുള്ള കാര്യങ്ങളോ, നിങ്ങളെ പ്രൗഢിയോ, നിങ്ങളെ പ്രതാപമോ ഒന്നും നിങ്ങൾക്ക് തുണയായിട്ടുണ്ടാവുകയില്ല. നിങ്ങൾക്ക് തുണയായിട്ടുണ്ടാകുന്നത് ഷാഫിഅൻ ലിഅസ്ഹാബിഹി മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ ഫലഹു ഹസന, അതിനൊരു നന്മയാണ്. ഒരസനത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിന് 10 കൂലിയാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിഫ് ലാം മീം എന്ന് പറയുന്നിടത്ത് അലിഫ് ഒരക്ഷരമാണ്, ലാം ഒരക്ഷരമാണ്, വമീമുൻ ഹർഫുൻ മീം ഒരക്ഷരമാണ്. അപ്പോൾ ഒന്നിന് 10 ആവുമ്പോൾ അലിഫ് ലാം മീം എന്ന് ഓതുമ്പോൾ 30 കൂലിയാണ്. അത് പരിശുദ്ധമായ ഹറമിൽ വെച്ചുകൊണ്ട് ഓതിയാൽ അവാച്യമായ, അനുപേക്ഷണീയമായ, അവർണ്ണനീയമായ പ്രതിഫലം അള്ളാഹു ഖുർആനിന്റെ വക്താക്കളാക്കി നമ്മളെ മാറ്റുമാറാവട്ടെ. സൃഷ്ടികൾക്ക് അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സൃഷ്ടാവായ റബ്ബ് സംവിധാനിച്ച വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഓതാനും അതനുസരിച്ച് ജീവിതം ധന്യപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ഇവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ഹറമിന്റെ ഭാഗമാണിതെല്ലാം. ഇവിടെ വെച്ചുകൊണ്ട് ഈ ഉമ്മമാർ ഇവിടെ കയറിയത് കാലുകൾ തളർന്നുകൊണ്ടാണ്, ശരീരം തളർന്നുകൊണ്ടാണ്. ഇവിടെ എത്താതെ പാതി വഴിക്ക് നിൽക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ പുതുക്കുടി മജീദ് സാഹിബിനെ പോലെയുള്ള ആളുകൾ ആഗ്രഹം കൊണ്ട് കയറി ഇതിന്റെ ഏകദേശം ഉച്ചിയിൽ സ്ഥാനത്തെത്തി അവിടെ പാതി വഴിക്ക് നിൽക്കുകയാണ്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ കൂട്ടത്തിൽ ആഗ്രഹമുള്ളവർ ഉണ്ട്, പക്ഷെ അവർക്ക് കയറാൻ കഴിയാത്തത് കൊണ്ട് തായിരിക്കുന്നവരാണ്. പലരും രോഗികളാണ്,
തിബുലത്തിബായ പടച്ച റബ്ബ് രോഗത്തിന് ശമനം നൽകുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുർ റഹീമായ രാജസയ്യിദായ മലിക്കുൽ മുലൂക്കായ കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ. ഈ പർവ്വതത്തിന്റെ മുകളിലെത്തിയ ഉമ്മമാരെ നീ കൈവിടരുതേ അല്ലാ. ഈ പർവ്വതത്തിന്റെ ശിഖരത്തിലെത്തിയ ഞങ്ങൾ ആരെയും നീ കൈവിടരുതേ അല്ലാ. ഞങ്ങൾ ഇവിടെ എത്തിയ കാരണത്താൽ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ റഹ്മാനെ. ഞങ്ങളെ കടങ്ങളെ വീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളെ ജോലികളിൽ ബറക്കത്ത് നൽകണേ റഹ്മാൻ. ഞങ്ങളെ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഭാര്യമാരില് മക്കളില് ബറക്കത്ത് നൽകണേ റഹ്മാൻ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാൻ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ റഹ്മാനെ. സമാധാനം നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് പാലസ്തീനിലെ ജനങ്ങൾക്ക് മോചനം നൽകണേ റഹ്മാനെ. രക്ഷ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കാൻ ഈ യാത്ര കാരണമാക്കണേ റഹ്മാനെ. ഞങ്ങളെ കൈകാലുകളെ വേദനകൾ മാറ്റിത്തരണേ റഹ്മാനെ. ഈ ജബലിന്റെ മുകളിലെത്തിയ ഒരാളുടെയും ശരീരത്തിന് ഇനി ഒരു വേദനയും കൊടുക്കല്ല റഹ്മാനെ. ഊരവേദന, നെഞ്ചുവേദന, തലവേദന തുടങ്ങിയിട്ടുള്ള ഒരു വേദനയും ഞങ്ങൾക്കോ ഞങ്ങളെ മക്കൾക്കോ ഭാര്യ സന്താനങ്ങൾക്കോ നൽകരുതേ റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കണേ റഹ്മാൻ. രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാൻ. പഠിച്ചോനെ, ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളോട് ദ്വാർക്കാൻ ഏൽപ്പിച്ചവർ ക്യാൻസറിന്റെ 4th സ്റ്റേജിലെത്തിയ ഞങ്ങളെ നാട്ടിലെ അസ്ലം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലാഹുവേ നീ ശിഫ നൽകണേ റഹ്മാൻ. ആജിലായ ശിഫ നൽകണേ റഹ്മാൻ. ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ ഞങ്ങളെ യാത്രയാക്കാൻ ഓടിയെത്തിയ ഞങ്ങളെ നാട്ടിലെ സാമൂഹിക പ്രവർത്തക ആയിഷ എന്ന് പറയുന്ന സഹോദരി പെട്ടെന്ന് അകാലത്തിൽ പൊലിഞ്ഞുപോയി. അവർ പെട്ടെന്നുള്ള മരണമായിരുന്നു. നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാൻ. മർഹമത്ത് നൽകണേ റഹ്മാൻ. അവരെ ഖബർ വിശാലമാക്കണേ റഹ്മാൻ. അവരെ ഖബർ വിശാലമാക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആർക്കാൻ ഒരുപാട് ആളുകളെ നിർത്തണമേ റഹ്മാൻ. ഞങ്ങൾക്ക് വേണ്ടി ദുആർക്കാൻ അവരെ മനസ്സിന് തോന്നിപ്പിക്കണേ റഹ്മാൻ. ഞങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കാൻ അവരെ മനസ്സിന് തോന്നിപ്പിക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളോട് ലുബ്ബും ഹുബ്ബും, ഞങ്ങളോടുള്ള ബന്ധം, ഞങ്ങളുടെ കടപ്പാടും ഞങ്ങളോടുള്ള ബന്ധപ്പെട്ട ആളുകൾക്ക് നീ നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, കടങ്ങളൊക്കെ വീട്ടിത്തരണമേ റഹ്മാൻ. വീടില്ലാത്തവർക്ക് വീട് നൽകണമേ റഹ്മാൻ. ഗർഭിണികളായ സ്ത്രീകളുണ്ട്, സുഖപ്രസവം നൽകണേ റഹ്മാൻ. വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാരുണ്ട്, അവർക്ക് അനുയോജ്യരായ ഭാര്യമാരെ നൽകി ഇണയാക്കണേ റഹ്മാൻ. അല്ലാഹുവേ, വിവാഹത്തിലേക്ക് കാലൂന്നുന്ന ചെറുപ്പക്കാരികളുണ്ട്, അവർക്ക് സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ നൽകി ഇണയാക്കണേ റഹ്മാൻ. കച്ചവടം നടക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അത് എത്രയും പെട്ടെന്ന് കച്ചവടം നടക്കണമേ റഹ്മാൻ. കച്ചവടം നടക്കണമേ റഹ്മാൻ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെ ഒന്ന് കാണണേ റഹ്മാൻ. ഞങ്ങളെ ഒന്ന് നോക്കണേ റഹ്മാൻ. നിന്റെ റഹ്മത്ത് ഞങ്ങളിലേക്ക് ചൊരിയണേ അല്ലാ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളോട് ദുആർക്കാൻ വസിയത്ത് ചെയ്ത ഞങ്ങളുടെ നാട്ടിലെ വളരെ വേണ്ടപ്പെട്ട പലരുമുണ്ട്. സബിയത്താത്തടക്കം ഞങ്ങളെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ പലരുമുണ്ട്. അല്ലാഹുവേ, ഈ കൂട്ടത്തിലുള്ള പല ഉമ്മമാര് പല സങ്കടങ്ങളും പല പ്രയാസങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാറ്റിനും നീ പരിഹാരം നൽകണേ റഹ്മാൻ. ഞങ്ങളെ കൂട്ടത്തിൽ ആദ്യം ഈ ജബലിന്റെ മുകളിലേക്ക് എത്തി ഞങ്ങളെ മുഹമ്മദ് സാഹിബ് വലിയ സങ്കടത്തോടുകൂടിയാണ് ഞങ്ങളെ കൂടെ യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മകന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമേ റഹ്മാൻ. പടച്ചറബേ, മയക്കെടുതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ നാട് 2019-18 ഞങ്ങൾ കണ്ടത് നേവിയുടെ പട്ടാളം ഇറങ്ങി ഐന നജാത്ത്, രക്ഷ എവിടെയാണ് രക്ഷ എന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങളെ നാടും നഗരവും പ്രദേശങ്ങളും എത്തിക്കല്ല റഹ്മാന്. മഴ അനുഗ്രഹപൂരിതമായ മഴയാക്കണേ റഹ്മാൻ. ഒരിക്കലും ഞങ്ങൾക്ക് അദാബിന്റെ മഴ വർഷിക്കരുതേ റഹ്മാൻ. അദാബിന്റെ കാറ്റോ ഇടിയോ വർഷിപ്പിക്കരുതേ റഹ്മാൻ. ഞങ്ങളുടെ നാട്ടിൽ പ്രളയം കൊണ്ട് ഞങ്ങളെ മുക്കരുതേ റഹ്മാൻ. സയ്യിദുനാ ശൈഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവർ വലിയ വിജയത്തിന്റെ വെന്നിക്കൊടി പറത്തിയവരാൻ. അവരെ പോലെ ഈമാനിന്റെ പര്യായങ്ങളല്ല ഞങ്ങൾ റബ്ബേ. അതുപോലെ ഒരു തൂഫാൻ നൽകി ഞങ്ങളെ പരീക്ഷിക്കരുതേ റബ്ബേ. ഞങ്ങളെ പിടിച്ചു കുലുക്കരുതേ റഹ്മാനെ. ഞങ്ങളെ പ്രളയത്തിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, അത്യാഹിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ.
ഞങ്ങളെ നാട്ടിലെ ഇന്ന് ജനങ്ങളും പല രീതിയിലും ഉരുൾപൊട്ടിയിട്ടും മറ്റും അപകടത്തിൽ പെടുകയാണ്. റബ്ബേ, വയനാട്ടിൽ സംഭവിച്ച ആ ദുരന്തം, അങ്ങനെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കരുതേ റഹ്മാനെ. നീ കാക്കണേ അല്ലാ, സമാധാനം നൽകണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الكفر والكافرين واذل الكفر والكافرين. اللهم شتت شملهم وفرق جمعهم واقل عددهم وزلزل اقدامهم. اللهم انصرنا على القوم الكافرين. اللهم انصرنا على القوم الكافرين. اللهم احفظ المسلمين في كل بلاد. اللهم احفظ المسجد الأقصى. اللهم احفظ المسجد الأقصى من اليهوديين الغاصبين. ربنا عليك توكلنا وإليك نبنا وإليك المصير. آمين برحمتك يا أرحم الراحمين.